കണ്ടില്ല, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഓ കണ്ടോ, അലുവക്കണ്ട മാതിരിയുള്ള സ്ഥലം. ആ ആരാണെങ്കിൽ കുതിക്കും. ആ. ഇനിയിപ്പോ തറ കെട്ടണേ തന്നെ ഒന്നും ആക്കണ്ട, ആളെ വിളിച്ചിട്ട് ഒന്ന് വാരം മാടുക, തറ കെട്ടും. ഓ. ലാഭല്ലേ? അത് ലാഭം തന്നെയാണ്. അവര് പൈസ ചേച്ചിക്ക് കൊടുക്കണ്ടല്ലോ. അത് തന്നെ. അതെ. അല്ല, നിങ്ങൾ ഈ പ്രദേശത്ത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്? ഞാൻ ഇതിലെ വന്നിട്ടില്ല. ഞാൻ അത് അവിടെ ഒരു സ്ഥലത്ത് പോയി, കുറച്ച് അപ്പുറത്തായിട്ട്. എന്തായാലും എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട്, നല്ല സ്ഥലമാണ്, കണ്ണായ സ്ഥലമാണ്. ഞാനാണെങ്കിൽ ചെറുപ്പത്തിലേ ഈ ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ തന്നെ ആയിരുന്നു. ഒരു 10-30 വയസ്സോളായിപ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മതിയാക്കിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട്, വിലയിൽ ഒക്കുകയാണെങ്കിൽ ഞാനത് എടുക്കാം. ഈ സ്ഥലത്തിന് ഇപ്പൊ ചോദിക്കുന്നത് 6 ലക്ഷം ഉറുപ്പ്യ. 6 ലക്ഷം ഉറുപ്പ്യോ? 10ന് എടുക്കാൻ ആളുണ്ട്. നിങ്ങളൊരു പ്രവാസിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത്ര കുറച്ച് തരുന്നത്. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇത്ര വില കുറച്ച് കൊടുക്കുന്നു. ഇപ്പോൾ വേറെ ആരെങ്കിലും ഇത് കണ്ടാലില്ലേ ഒത്തിക്കൊണ്ടു പോകും. 6 നമുക്കത് ശരിയാക്കാം. അല്ല, ഇവിടെ വെള്ളാറ്റം കയറുക? അതിലപ്പുറത്താ വരുന്ന അവർ വീട്ടുകാർ പറഞ്ഞു ഇവിടെ വെള്ളം കയറുന്നൊക്കെ. വെള്ളം ഒരു തുള്ളി ഇവിടെ കയറില്ല. പിന്നെ നാട്ടുകാർ ഒരാൾ നന്നാവുന്ന ഒരാൾക്ക് ഇഷ്ടം. അത് കറക്റ്റാണ്. വൃത്തം നന്നാണ് നന്നൂടാ. അതിന് പ്രശ്നം നാട്ടുകാരങ്ങനെ പലതും പറയും. നമ്മളത് നോക്കിയാൽ നമ്മളൊരു സ്ഥലം പോലും നിങ്ങൾ എടുക്കലുണ്ടാവും. അതാണ് എനിക്ക് പറയുന്നത്. അല്ല, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമുക്കത് ആക്കാം. നിങ്ങൾക്കത് കാര്യം മനസ്സിലായി. നിങ്ങളൊരു ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് മനസ്സിലായി. അല്ല, ഇതിലേക്കുള്ള വഴി ഏതിലാണ്? വഴി ഇവിടെ വണ്ടി നിർത്തും. ഇവിടെ ഇറങ്ങിയ നടന്നാ പോരെ. ഇപ്പൊ ജനങ്ങളുടെ പ്രശ്നം എന്താ പറയുക, നടത്തൂല്ല ആരും. അതുകൊണ്ടാണ് രോഗം കൂടുന്നത്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് നടക്കാം, നീന്താം, എന്തു വേണമെങ്കിൽ. ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലം കാണിക്കുമോ? ഇല്ല. അതാണ് ഞാൻ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ എനിക്കൊന്ന് കുറച്ചൊന്ന് നേരത്തെ പോകണം വീട്ടിൽ. അപ്പം ഞാൻ അഡ്വാൻസ് എന്നാൽ ഗൂഗിൾ പേ ചെയ്ത് തരാം. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ. ഹലോ, എൻ്റെ സുരേഷേ, നമ്മളാരും എടുക്കാത്ത മറ്റേ പുഴവക്കിലെ സ്ഥലമില്ലേ, അത് ഞാനൊരുത്തന്നെ ഒരു കുഴി കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് ഇനി നമുക്ക് ഒരു പണിക്കും പോണ്ട. ഇനി ഞാൻ പേര്